എൻ്റെ പ്രണയം ഭാഗം 100. ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോകുന്നത് ആണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സങ്കടം. അവൾ പറഞ്ഞതും പ്രണവ് അവളുടെ കയ്യിൽ പിടിച്ചു. ഞാനുണ്ടാകും കൂടെ. അത് ഈ കേസന്വേഷണത്തിന് വേണ്ടിയല്ല. ഈ കേസന്വേഷണം കഴിഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാകും. നിന്നെ കൂടെ കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിനക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. പ്രണവ് പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവൾക്ക് അറിയാമായിരുന്നു അവന് അവളെ ഇഷ്ടമാണെന്നും അവൾക്കും ഒരു ഇഷ്ടമുണ്ടായിരുന്നു അവനോട്. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനും സംസാരിക്കാനും പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ അല്ല അവളെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളോട് പറഞ്ഞു, ഇപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട. അച്ഛനെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അച്ഛനെപ്പറ്റി മാത്രമല്ല, അമ്മയെപ്പറ്റിയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. തൻ്റെ അമ്മ ആരുമായിക്കോട്ടെ, പക്ഷെ അത് എനിക്ക് ഒരു വിഷയമായി എടുക്കില്ല. എനിക്ക് തന്നെയാണ് ഇഷ്ടം. എൻ്റെ കൂടെ ജീവിക്കേണ്ടത് താനാണ്. അതുകൊണ്ട് മറ്റൊന്നിനെ പറ്റിയും എനിക്ക് പ്രശ്നമല്ല. അതെന്നെ ബാധിക്കുകയുമില്ല. എന്നോട് ഇപ്പോൾ മനസ്സിലുള്ള ഒരു ഇഷ്ടമില്ലേ, അത് മറച്ചു വെക്കേണ്ട. പ്രണവ് പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെയാണ് അവനെ നോക്കിയത്. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലായി എന്നല്ലേ? അല്ലെങ്കിൽ നിന്റെ മനസ്സിലുള്ള സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാനായിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്നെ തിരഞ്ഞെടുക്കാൻ നീ ശ്രമിക്കില്ലായിരുന്നു. നിനക്ക് ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ളത് കൊണ്ടാണ് അതിന് നീ എന്നെ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രണവ് പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഇതേ സമയം ഹരി, എനിക്ക് മതിൽ ചാടി പരിചയമില്ല. ഇവളുടെ വീട്ടിലേക്കൊന്നും മതിൽ ചാടി പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് എന്നെ നീ സഹായിച്ചേ പറ്റൂ, സൂര്യൻ പറഞ്ഞു. അതിനെന്താ, ഞാൻ മാത്രമല്ലല്ലോ, നവീനുണ്ട്. നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ചു പോകാം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മയൂരിയും പൊന്നുവും വരുന്നത്. എവിടെ പോകുന്ന കാര്യം പറയുന്നത്? ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അതിന് പോകുന്ന കാര്യം പറഞ്ഞത്. നൈറ്റ് ഡ്യൂട്ടിയോ? എന്ത്? ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നവീനും വരുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്, ഹരി പറഞ്ഞു. 3 പേരും കൂടിയോ? പൊന്നു ചോദിച്ചതും മയൂരി സൂര്യനെ നോക്കി. അതെ, ആ വീട്ടിലേക്ക് പോകുന്ന കാര്യം കൊള്ളാം, പക്ഷെ ശ്രദ്ധിക്കണം, അവർ ഒന്നും കാണാതെ ആ വില്ല എടുക്കില്ല. അതിനു ചുറ്റും അവർ എന്തെങ്കിലുമൊക്കെ സംരക്ഷണവും തീർത്തിട്ടുണ്ടാകും. അവര് മണ്ടന്മാരല്ലല്ലോ. അവർ അതിനുള്ളിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ക്രിമിനലുകൾ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വേണം അങ്ങോട്ട് കടക്കാൻ, മയൂരി സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എങ്ങനെ മനസ്സിലായി നിനക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്ന്? നിങ്ങളെ എനിക്ക് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയുന്നത്? അത് ശരിയാ, എൻ്റെ ഒപ്പം കൂടിയിട്ടിപ്പോൾ വർഷങ്ങളായില്ലേ, അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാ. പൊന്നു, നിനക്ക് മനസ്സിലായില്ലേ? ഹരി പൊന്നുവിനോട് ചോദിച്ചു. മനസ്സിലായി, എന്തോ ഉടായ്പ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായി, പൊന്നു പറഞ്ഞു. അതെ, ഉടായ്പ ചെയ്യാൻ പോവാ. നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ടുപോയാനേ, ഹരി പറഞ്ഞു. അവിടെ പട്ടിയുണ്ടോ എന്ന് ചോദിച്ചിരുന്നോ? ഇല്ല, ഞാനത് അന്വേഷിച്ചു വിലാസിനി ചേച്ചിയോട്. അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് അവർ വെച്ചിട്ടില്ല. പക്ഷെ ക്യാമറയുണ്ട് ചുറ്റും. അപ്പോഴാണ് ഹരിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നവീനായിരുന്നു. എടാ, നമ്മുടെ മന്ത്രി വിജയകുമാറിൻ്റെ പുറകെ ആളെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? അവരിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹവും ഭാര്യയും 2 ആഴ്ചത്തേക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന്. കേരളത്തിലേക്കോ? അതെ, അതും അന്ന് മുത്തശ്ശി പോയില്ലേ, ആ അമ്പലത്തിലേക്കാണ് വരുന്നത്. അവിടെ എന്തൊക്കെയോ പൂജയോ ഉത്സവമോ എന്തൊക്കെയോ നടക്കാൻ പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം വിജയകുമാർ എത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുറേ ജോലികൾ മാറ്റിവെച്ചിട്ടാണ് വരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രിയുടെ നിർബന്ധം കൊണ്ടാണ് ഈ യാത്ര പോലും അദ്ദേഹം സ്വീകരിച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ നാട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ സാവിത്രിയുടെ വളരെ പ്രഷർ ഈ തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നവീൻ പറഞ്ഞതും ഹരി ഒരു നിമിഷം ആലോചിച്ചു. ശരി, നീ ഇപ്പോൾ എവിടെയാണ്? അത് ഞാൻ ഈ വിവരം കിട്ടിയപ്പോൾ തന്നെ നിന്നെ വിളിച്ചതാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. ഓക്കേടാ. പിന്നെ സെക്യൂരിറ്റിയിൽ നീ എന്താ പറയാൻ പോകുന്നത്? സൂര്യൻ്റെ ഫ്രണ്ടാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്താ ഹരി? സൂര്യൻ ചോദിച്ചു. അത് വിജയകുമാർ കുറച്ചു നാളത്തേക്ക് കഴിഞ്ഞ ദിവസം മുത്തശ്ശി പോയില്ലേ, ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ ഉത്സവമോ പൂജയോ എന്തൊക്കെയാണെന്ന് വിജയകുമാർ സാറ് പറഞ്ഞത്. സാറ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസും മാറ്റിവെച്ചിട്ടാണ് വരുന്നത്. അതിന് പിന്നിൽ സാവിത്രിയുടെ ശക്തമായ കൈകൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഹരി പറഞ്ഞതും
4 പേരും കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ഇനി ഈ വരവ് മിത്രയും അവരുടെ ഗ്യാങ്ങും എന്തെങ്കിലും വിജയകുമാറിനെ ഉപദ്രവിക്കാനോ മറ്റോ ആണോ? പൊന്നു ചോദിച്ചു. അറിയില്ല, ഒന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് കിട്ടുമ്പോൾ അറിയാം. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പെട്ടെന്നുള്ള ഈ സന്ദർശനം, അതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു, ഹരി പറഞ്ഞു. ഇന്ന് വിലാസിനി ചേച്ചി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വില്ലയുടെ പുറകുവശത്തെ ഡോറിൻ്റെ ഒരു താക്കോൽ പുറത്തു വെച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡോറ് താക്കോൽ വെച്ചിട്ടാണ് തുറക്കുന്നത്. മേളിൽ ലോക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ താക്കോൽ അല്ലാതെ മറ്റെന്തെങ്കിലും താക്കോലിട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ അലാറം മുഴങ്ങാനുള്ള സിസ്റ്റം ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് അത് തരാൻ ആവശ്യപ്പെട്ടത്. ചേച്ചി അത് പുറത്ത് വെച്ചിട്ടുണ്ട്. അകത്ത് കയറാൻ അതുകൊണ്ട് എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു, ഹരി പറഞ്ഞു. അപ്പോഴേക്കും സൂര്യൻ്റെ വില്ലയുടെ മുന്നിൽ നവീൻ്റെ കാറ് നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയ നവീൻ ചുറ്റും നോക്കാതെ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് 4 പേരും സോഫയിൽ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടതും നവീനും അവിടെ ചെന്ന് ഇരുന്നു. ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും ബ്ലൂ ടീഷർട്ടുമാണ് അവൻ ഇട്ടിരിക്കുന്നത്. സൂര്യനും ഹരിയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. മാസ്ക് കയ്യിൽ വെച്ചോ? എന്തെങ്കിലും ആവശ്യം വന്നാൽ വെക്കേണ്ടി വന്നാലോ? പിന്നെ ഈ സ്പ്രേ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് അവിടെ ടേബിളിൽ മാറ്റി വെച്ചിരുന്ന 2 സ്പ്രേ എടുത്ത് അവർക്ക് നേരെ നീട്ടി. ഇതെന്താണ്? അവർ ചോദിച്ചു. ഇത് ആരുടെയെങ്കിലും മുഖത്ത് സ്പ്രേ ചെയ്താൽ അവർ മയങ്ങിപ്പോകും. പിന്നെ ഉണരണമെങ്കിൽ ആ സമയം തന്നെ എത്തും. അതായത് നേരത്തോട് നേരം എത്തണം. ഹരി പറഞ്ഞതും സൂര്യനും നവീനും കൂടി അത് വാങ്ങി. ഈ മനുഷ്യന് അറിയാൻ പാടില്ലാത്ത പണിയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു പോണം, മയൂരി പറഞ്ഞതും പിന്നെ എനിക്കറിയാം, നിന്നെ പ്രേമിച്ചപ്പോൾ മതിൽ ചാടാൻ പറ്റിയില്ലെങ്കിലും പണ്ടൊക്കെ ഒരുപാട് മതിൽ ചാടിയിട്ടുണ്ട് ഞാനും ദേ ഇവനെല്ലാം കൂടി എന്ന് സൂര്യൻ പറഞ്ഞതും മതി മതി, വാ നമുക്ക് പോകാം. കുറച്ചുകൂടി ഒന്ന് ഇരുട്ടായിട്ട് പോയാൽ പോരെ? സമയം 10:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചെന്നാ അവർ കണ്ടുപിടിക്കില്ലേ? സൂര്യൻ ചോദിച്ചു. എൻ്റെ പൊന്നേ, ഇപ്പോൾ ചെന്നാൽ സംശയം തോന്നില്ല. ആരെങ്കിലും കണ്ടാൽ തന്നെ ആ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് കരുതൂ. അവിടെ ഒരുപാട് ആളുകൾ വരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ. പക്ഷേ ഒരുപാട് ലേറ്റായിട്ട് ചെന്നാൽ അത് പ്രശ്നമാകും. അപ്പോൾ നമ്മളെ കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും. ഒരുപാട് രാത്രി ഒരു നിഴൽ കണ്ടാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ലേ? ആ വീടിൻ്റെ പരിസരത്ത് അപ്പോൾ നമ്മളെ കണ്ടാൽ അത് ശ്രദ്ധിക്കപ്പെടും. ഇപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നേരത്തെ പോകാമെന്ന് പറഞ്ഞത്. ഹരി പറഞ്ഞതും അത് നല്ല കാര്യമാണെന്ന് തോന്നി. അവർ 3 പേരും അവിടെ നിന്നും ഇറങ്ങി. അവിടെ ചെല്ലുമ്പോൾ ഫോൺ സൈലൻ്റാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്താറാകുമ്പോഴായിരിക്കും ഫോൺ റിങ് ചെയ്യാൻ പോകുന്നത്, പൊന്നു പറഞ്ഞു. ഓ, നീ പറഞ്ഞിട്ട് വേണമല്ലോ അത് ഞങ്ങൾ ചെയ്യാൻ, ഹരി പറഞ്ഞു. വലിയ ജാട കാണിക്കാതെ പോ മനുഷ്യ, പൊന്നു പറഞ്ഞതും അവളെന്നെ യുദ്ധത്തിന് വിടുന്നത് പോലെയാ പറഞ്ഞു വിടുന്നത്, ഹരി പറഞ്ഞു. ഒരു കണക്കിന് ഇതും ഒരു യുദ്ധമല്ലേ? സൂര്യൻ ചോദിച്ചതും ശരിയാണ്, യുദ്ധം തന്നെയാണ്. യുദ്ധത്തിൽ എനിക്കും എൻ്റെ ടീമിനും ജയിച്ചേ പറ്റൂ, പിന്നെ എൻ്റെ കുടുംബത്തിനും, ഹരി പറഞ്ഞു. എൻ്റെ അമ്മ ഏറ്റെടുത്തിരിക്കുന്ന കേസാണ്, ഇതിൽ വിജയിച്ചേ പറ്റൂ, ഹരിയെ നോക്കി നിന്ന അവരോട് അവൻ പറഞ്ഞു. അവർ 3 പേരും ഇറങ്ങിപ്പോകുന്നത് നോക്കി പുറത്തേക്ക് വരാതെ തന്നെ മയൂരിയും പൊന്നും ഹാളിൽ തന്നെ ഇരുന്നു. 2 പേർക്കും ടെൻഷനൊന്നുമില്ല. കാരണം അവർക്ക് 2 പേർക്കും അവരുടെ ഭർത്താക്കന്മാരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആപത്തൊന്നും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്ക് 2 പേർക്കും ഉണ്ട്. ഹരിയും സൂര്യനും നവീനും കൂടിയാണ് നടന്നത്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നടക്കാൻ പോകുന്ന രീതിയിലാണ് നടന്നത്. പലപ്പോഴും ആ വില്ലയിൽ പല ആളുകളും സന്ധ്യയായി കഴിഞ്ഞാലും രാത്രി ജോലി കഴിഞ്ഞു വന്നാലും കുറച്ച് നടക്കുക പതിവായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് അവർ നടക്കുന്നതായിട്ട് ഇറങ്ങിയത്. അവർ വില്ലയുടെ അടുത്ത് എത്താറായതും നവീൻ ചുറ്റുമൊന്ന് നോക്കി. അതുപോലെ തന്നെ ഹരിയും സൂര്യനും ഒന്ന് നോക്കിയിട്ടാണ് അവർ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നത്. ഗേറ്റ് തുറന്നാൽ അവർക്ക് സിഗ്നൽ കിട്ടാവുന്ന രീതിയിലായിരിക്കും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാവുന്നത് കൊണ്ട് തൊട്ടടുത്തുള്ള വില്ലയിലേക്കാണ് അവർ കടന്നത്. അവിടെ നിന്നും അതിൻ്റെ സൈഡിലൂടെ നടന്ന് പിൻവശത്തേക്ക് എത്തി. പിൻവശത്തെ മതിൽ ചാടിയാണ് അവർ ആ വില്ലയിലേക്ക് ചെന്നത്. ആ വില്ലയുടെ പുറകുവശത്തു കൂടി അവർ നടന്നു. അതിൻ്റെ പിൻഡോറിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ഒരു ചെറിയ ബക്കറ്റ് കണ്ടു. ആ ബക്കറ്റ് കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. വിലാസിനി ചേച്ചി അതിൻ്റെ അടിയിലാണ് താക്കോൽ വയ്ക്കാമെന്ന് പറഞ്ഞത്. അതിൻ്റെ അടിയിൽ നിന്നും താക്കോൽ എടുത്തത് ഹരിയായിരുന്നു. സൂര്യനും നവീനും ചുറ്റുമൊന്ന് നോക്കി. ആരും ഇല്ല എന്ന് അവർ ഉറപ്പ് വരുത്തിയതിനു ശേഷം ഹരി താക്കോൽ കൊണ്ട് പുറകുവശത്തെ ഡോറ് തുറന്നു. ശബ്ദം കേൾക്കാതെ ഹരി പതിയെ അകത്തേക്ക് കടന്നു. അവൻ്റെ പുറകിൽ തന്നെ സൂര്യനും നവീനും കടന്നു. അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ കിച്ചണിൽ ആരും ഉണ്ടായിരുന്നില്ല. കിച്ചൺ ഡോറെല്ലാം അടച്ചിരിക്കുന്നത് കണ്ടപ്പോൾ
അവരുടെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് അവർ കിടക്കാൻ പോയി എന്ന് തോന്നി. പതിയെ കിച്ചണിൻ്റെ ഡോറ് തുറന്നു. എവിടെയൊക്കെ എന്തൊക്കെയാ ഫെസിലിറ്റീസാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് അവർ 3 പേരും നടന്നത്. വിലാസിനി ചേച്ചി പറഞ്ഞ് മിത്ര അയ്യരും കൂട്ടരും മുകളിലാണെന്ന് അറിയാം. താഴെ അപ്രായമായ സ്ത്രീയും പിന്നെ 2 റൂം അടച്ചിട്ടിരിക്കുകയാണ്. അത് തുറന്ന് എന്താണെന്ന് ഇതുവരെയും ആ ചേച്ചി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ അവർ തുറന്നിട്ടിരിക്കുന്ന കണ്ട് നോക്കിയപ്പോൾ അതിൽ എന്തൊക്കെയോ മിഷണറീസ് ഇരിക്കുന്നത് കണ്ടു. അത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് കരുതി ആ ചേച്ചി പിന്നെ ഒന്നും നോക്കാതെ പുറത്തേക്ക് വന്നത്. അപ്പോൾ മുകളിലാണ് അവരുടെ സാമ്രാജ്യം എന്ന് അറിയാവുന്നത് കൊണ്ട് അവർ 3 പേരും പതിയെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നു. മുകളിലേക്ക് ചെന്നപ്പോൾ ഒരു മുറിയിൽ നിന്നും സംസാരം കേട്ട് ഒരു സൈഡിലേക്ക് മാറി നിന്നു. ഹരി അവരോട് 2 പേരോടും അവിടെ നിൽക്കാൻ പറഞ്ഞ് അവൻ പതിയെ ആ സംസാരം കേട്ട റൂമിൻ്റെ വാതിലിനടുത്തേക്ക് നടന്നു. ഒന്നും വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ല. എന്തു ചെയ്യും എന്ന് ആലോചിച്ച ഹരി വേഗം സൂര്യൻ്റെ അടുത്തേക്ക് വന്നു. സൂര്യ, ബാൽക്കണി, അവൻ ചോദിച്ചു. സൂര്യൻ ബാൽക്കണിയുടെ ഭാഗം കാണിച്ചു കൊടുത്തു. ഹരി ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ആ ബാൽക്കണിയോട് ചേർന്ന് തന്നെയായിരുന്നു ആ റൂമിൻ്റെ ജനാല തുറന്നു കിടക്കുന്നത്. അത് കണ്ടതും ഹരി അവിടെ നിന്ന് അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ നോക്കി. വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഹരി അവിടെ നിന്നും ബാൽക്കണി ഷെയ്ഡിലേക്ക് ഇറങ്ങി. അതുവഴി ജനാലയുടെ ഭാഗത്തേക്ക് എത്തി. അവിടെ നിന്നും പതിയെ തല ഉയർത്തി നോക്കിയതും അവിടെ നിൽക്കുന്ന 3 പേരെ കണ്ടു. 1 വിലാസിനി ചേച്ചി തിരിച്ചറിഞ്ഞ മിത്ര അയ്യർ, 2 ഋതിക്, 3 റോഷൻ. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഇവിടെയുണ്ട്. അത് ഹരി ഉറപ്പിച്ചു. പിന്നീട് അവർ പറയുന്നത് കേൾക്കാനായി ഹരി കാതു കുറിപ്പിച്ചു. അപ്പോൾ വിജയകുമാർ എത്തും, ഉറപ്പല്ലേ? ഉറപ്പാണെന്നാണ് എന്നോട് സാവിത്രി പറഞ്ഞത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വിജയകുമാറും സാവിത്രിയും കൂടി അവിടെ പോകുമ്പോൾ നീയും കൂടി പോകണം. നീ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണം. അറിയാലോ നിനക്ക് കാര്യങ്ങൾ. നിന്റെ അപ്പയാണത്. അത് പറഞ്ഞതും ഋതിക്ക് മിത്ര അയ്യരെ നോക്കുന്നത് കണ്ടു. മോനെ, പുറം ലോകം മുഴുവനും അറിയപ്പെടുന്നത് നീ വിജയകുമാറിൻ്റെയും സാവിത്രിയുടെയും മകനാണെന്നാണ്. അത് തൽക്കാലത്തേക്കാണ്. കുറച്ച് നാൾ കൂടി ഇനി മോൻ അത് സഹിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നീ അറിയപ്പെടുന്നത് മിത്ര അയ്യർ എന്ന എൻ്റെ മകനായിട്ടായിരിക്കും. അവരുടെ മകളാണ് മീനാക്ഷി എന്നത് അവർക്കറിയില്ല. വിജയകുമാറിൻ്റെയും സാവിത്രിയുടെയും മകനായി ജീവിച്ചത് കൊണ്ടാണ് അത്രയും ആർഭാടപൂർണമായ ജീവിതം, എല്ലാ രാജകീയ സുഖ സൗകര്യങ്ങളും നിനക്ക് കിട്ടിയത്. അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ അച്ഛനെന്ന് പറയുന്ന ആളുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ മകൻ എല്ലാ ആർഭാടത്തോടും ജീവിച്ചത് അവിടെ ആക്കിയത് കൊണ്ടാണ്. അന്ന് അമ്മ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് മോന് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയത്. പക്ഷേ അമ്മ, എനിക്ക് നിങ്ങൾ തരേണ്ട സ്നേഹം മുഴുവനും കൊടുത്തത് മീനാക്ഷിക്കല്ലേ? മോനെ, എന്ത് സ്നേഹം കൊടുത്തു എന്നാ പറയുന്നത്? ഒരു മകൾക്ക് ഒരമ്മ കൊടുക്കുന്ന സ്നേഹമൊന്നും അവൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവനും എപ്പോഴും നിൻ്റെ കൂടെ തന്നെയായിരുന്നു. എൻ്റെ എല്ലാവിധ ഗുണങ്ങളോടും കൂടി ജനിച്ച എൻ്റെ മകന്. പിന്നെ മീനാക്ഷിയെ അമ്മ നോക്കിയെന്ന് പറഞ്ഞത് സത്യമാണ്. അത് എൻ്റെ അകന്ന ബന്ധത്തിലെ ഒരു സഹോദരിയാണ് ഈ പറയുന്ന സാവിത്രി എന്ന് നിനക്കറിയാലോ. അവരുടെ മകൾ എന്ന ഒറ്റ നിലയിൽ മാത്രമാണ് അവളെ ഞാൻ സംരക്ഷിച്ചു പോകുന്നത്. പിന്നെ സാവിത്രി നിന്നെ നന്നായി നോക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മീനാക്ഷിയെയും ഒന്ന് സംരക്ഷിച്ചത്, സ്നേഹിച്ചത് അല്ല, സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചത്. പിന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ എന്ന് എല്ലാവരും അറിയപ്പെടുന്ന നിൻ്റെ അച്ഛനില്ലേ, അദ്ദേഹം അവളെ പൊന്നുപോലെയാണ് നോക്കിയത്. അവൾക്കൊരു വിഷമം വന്നാൽ അപ്പോൾ എന്നെ വിളിച്ച് പറയും, ദേ മോൾക്ക് എന്തോ ഒരു വിഷമമുണ്ട്, നീ ഒന്ന് നീ ചോദിച്ചാൽ അവൾ പറയുമെന്ന്. അതെല്ലാം കൂടി ആയപ്പോൾ അവൾ വിചാരിച്ച് ഞാൻ അവളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എൻ്റെ ശത്രുക്കൾക്ക് മുന്നിൽ അവളാണ് എൻ്റെ മകൾ. അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും അവളെ ആയിരിക്കും. എൻ്റെ മകൻ സേഫാണ് എപ്പോഴും. അമ്മ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വളർച്ച അമ്മയ്ക്ക് ഉണ്ടായിട്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാത്തത്? അതും നല്ല കാര്യമല്ലേ അമ്മേ? എത്രയോ ആളുകൾ മരിക്കാൻ പോകുന്നു. അവർക്ക് അമ്മ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തുക വാങ്ങുന്നത് തെറ്റൊന്നും അല്ല. എനിക്ക് തോന്നുന്നു അമ്മയുടെ കഴിവ് പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ്. അമ്മയ്ക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്നതാണ് ഇങ്ങനൊരു കഴിവ്. എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നു. എന്നിട്ടും അമ്മ അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ല കേട്ടോ അമ്മേ, അവൻ കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു. മോനെ ഋതിക്,
അതൊരിക്കലും മനുഷ്യ ശരീരത്തിൽ വയ്ക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന അവയവങ്ങൾ മനുഷ്യ ശരീരത്തിൽ വെച്ചാൽ അയാൾക്ക് ഉടനെ മരണം സംഭവിക്കും. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.